നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ ഒരു കുടുംബം ഒന്നടക്കം ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ നിരന്തര പീഡനമെന്ന് സ്മിത ജോലി ചെയ്തിരുന്ന കടയുടെ ഉടമ സജി. പണമിടപാട് സ്ഥാപനത്തിന്റെ ജീവനക്കാർ സ്മിതയെ ഭീഷണിപ്പെടുത്തുന്നത് താൻ നേരിട്ടു കണ്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സ്മിത പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്നും സജി പറഞ്ഞു. ഇത്തരം വായ്പാ കെണികളിൽ ചെന്ന് ചാടരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ കുടുംബത്തിന്റെ ആത്മഹത്യ. ഞായറാഴ്ചയാണ് സൈനൈഡ് കഴിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത്. ചെക്കട്ടിവിളാകം പ്രഭാസദനിലെ മണിലാൽ, ഭാര്യ സ്മിതി, മകൻ അഭിലാൽ എന്നിവരാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ആലമൂട്ടിലെ ടെക്സ്റ്റൈൽസിൽ ജീവനക്കാരിയായിരുന്നു സ്മിത. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 58,000 രൂപ വായ്പ എടുത്തായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വായ്പ കുടിശ്ശിക ആയതോടെ ജീവനക്കാർ സ്മിതയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ടെക്സ്റ്റൈൽസ് ഉടമ സജി പറഞ്ഞു. ഒരിക്കൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തി. 15 മിനിറ്റോളം കാണാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ പുറത്തുവെച്ച് മൈക്രോ ഫിനാൻസുകാർ സ്മിതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് കണ്ടത്. തുടർന്ന് താൻ ഇടപെട്ട് സ്മിതയെ കടയ്ക്കുള്ളിൽ അയക്കുകയായിരുന്നുവെന്നും സജി പറഞ്ഞു. കടയിൽ വന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് സംബന്ധിച്ച് സ്മിത കഴിഞ്ഞ മാർച്ചിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നു യാതൊരു നടപടിയും ഉണ്ടായില്ല. നിരന്തരം ഭീഷണിയെ തുടർന്ന് 2 മാസത്തിന് മുൻപ് സ്മിത ജോലി ഉപേക്ഷിച്ചു. പിന്നീട് വീട്ടിലെത്തിയായിരുന്നു ഭീഷണി. ഞായറാഴ്ച രാത്രി 10:30-നാണ് വാടക വീട്ടിൽ 3 സൈനൈഡ് കഴിച്ച് മരിച്ചത്. അമരവിളയിൽ പ്രവർത്തിക്കുന്ന ബൗഡ എന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നാണ് സ്മിത ലോൺ എടുത്തിരുന്നത്.